ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അങ്കമാലി മാങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, പാകത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി മാറ്റി വെച്ചേക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണം അത് നീളത്തിൽ തന്നെ അരിഞ്ഞു വെക്കണം. ഇതുപോലൊരു കനത്തിലും വേണം മാങ്ങ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് തിരുമ്മി മാങ്ങയിൽ യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ ഇഞ്ചി എടുത്ത് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, മുളക് നീളത്തിലരിഞ്ഞത്, ഒരല്പം ചുവന്നുള്ളി, ഒരല്പം സവോള, അതിനുശേഷം കറിവേപ്പില, നല്ല വെളിച്ചെണ്ണ, അതിനുശേഷം വിനാഗിരി, ഇത്രയും നമ്മളിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ തിരുമ്മി ഉടച്ച് ഇത് നൂൽ പരുവമാവും. ഇപ്പോൾ കാണുന്ന ഈ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. നിങ്ങൾ എത്രത്തോളം ഈ മിശ്രിതം, അതായത് ഈ മിക്സ് തിരുമുന്നോ അത്രത്തോളം ഈ കറിക്ക് രുചി കൂടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ സവോളേനെ ഉടച്ച് നല്ല നൂൽ പരുവമാക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അങ്കമാലി മാങ്ങക്കറിയുടെ ഒറിജിനൽ രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നാപോലെ നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് ഇതുപോലെ നൂൽ പരുവമാകുമ്പോൾ മാത്രം മല്ലിപ്പൊടിയും മുളക് പൊടിയുടെ ആ മിക്സും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. പിന്നെ ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ട് തിരുമിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് നമ്മളുടെ പൊടികൾ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം മാങ്ങ കഷ്ണങ്ങളോട് ഇട്ട് അതും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് തേങ്ങാപ്പാലിൻ്റെ ഒന്നാമത്തെ പാലിൽ നിന്ന് 2 തവി തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വയ്ക്കുകയാണ്. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ മാത്രം ഇത് കൈ വെച്ച് നമ്മൾ ഇളക്കണം. തവി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, കൈ എടുക്കരുത്. കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത്തെ പാല് 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തള വരാത്ത വിധത്തിൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാമത്തെ പാല് ഒഴിച്ച് നമ്മൾ കറി ഇളക്കി നന്നായിട്ട് മാറ്റി വെച്ച് കുറുകി വരുന്ന ടൈമിൽ നമ്മളിത് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ കറി. അതിനുശേഷം നമുക്ക് താളിപ്പാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ വറ്റൽമുളക്, ചുവന്നുള്ളി, ഒരല്പം കറിവേപ്പില ഇത്രയിട്ട് നമ്മൾ മാങ്ങക്കറിയിലേക്ക് താളിപ്പ് ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളുടെ ചുവന്നുള്ളി എല്ലാം ഇതുപോലെ നല്ല കളറായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ മാങ്ങ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഈ താളിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ കറി റെഡിയാണ്, അങ്കമാലി മാങ്ങക്കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഒറിജിനൽ അങ്കമാലി മാങ്ങക്കറി കഴിക്കാം. താങ്ക് യു സോ മച്ച്.